അയ്യപ്പേട്ടാ, വേലി തന്നെ വിളവ് തിന്നുന്നു എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. ഏതാണ്ട് ഇപ്പൊ ഞാനത് പറയാൻ കാരണം ഏതാണ്ട് അതിന് സമാനമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കൊച്ചിയില് അനാശാസ്യ കേന്ദ്രം നടത്തിപ്പിൽ പങ്കാളിത്തം വഹിച്ചിട്ട് 2 പോലീസുകാരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഈസ്റ്റ് ട്രാഫിക് സ്റ്റേഷനിലെ ASI രമേശൻ, പാലാരിവട്ടം സ്റ്റേഷനിലെ ASI ബ്രിജേഷ്. അല്ല, ഇതിനകത്ത് പ്രീത എനിക്ക് തോന്നുന്നത് ഈ പോലീസുകാർക്ക് ഒന്നാമത് ജോലി ചെയ്യാൻ സമയമില്ലെന്നാണ് പറയുന്നത്. 24 മണിക്കൂറും ഒരു ജോലി എന്നാണ് പറയുന്നത്. അപ്പോൾ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന പറഞ്ഞാൽ ഈ പോലീസുകാർക്ക് ഇതിനൊക്കെ എവിടെ നിന്നാണ് സമയം കിട്ടണം? ചേട്ടാ, ഇത് അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ജോലിയാണെങ്കിലും അല്ല, പോലീസ് ജോലിക്കിടയിലൂടെ അവർ ഇതിന് സമയം കണ്ടെത്തി അവർ ഇങ്ങനെ കടവന്ത്രയിലെ പോലീസ് സ്റ്റേഷൻ ഹോട്ടലിലാണ്, അതായത് എറണാകുളം കടവന്ത്രയിലെ ഡ്രീം റെസിഡൻസി കേന്ദ്രമാക്കി ആണ് പെൺവാണിക സംഘം പ്രവർത്തിച്ചിരുന്നത്. ഒക്ടോബറിലാണ് കേട്ടോ ഈ സംഭവം, അതായത് ഇവര് പിടിയിലായത്. അതെ, കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഈ ഏറ്റവും അടുത്ത ഇതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുമ്പോൾ നമ്മളൊരു പോലീസ് സേനയെ ഒന്നടങ്കം നമുക്ക് പറയാൻ പറ്റില്ല. പോലീസ് സേനയിൽ നമുക്കും സുഹൃത്തുക്കളുണ്ട്, പ്രീതയ്ക്കും സുഹൃത്തുക്കളുണ്ട്, നമുക്ക് എല്ലാവർക്കും നല്ല കറകളഞ്ഞ രീതിയിൽ ജോലി ചെയ്യുന്ന രാഷ്ട്രപതിയിൽ നിന്ന് മെഡൽ വരെ വാങ്ങിച്ച നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും കാണും. അല്ല, ഇതിനകത്ത് നമുക്ക് എടുത്തു പറയത്തക്കുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കേസ് ഇപ്പൊ പിടിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, പക്ഷേ പിടിക്കാത്തതും നിരവധി ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയുന്ന പോലീസ് സേനയെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് അറിയാമല്ലോ. ഞാൻ പറയേണ്ടത് ഇപ്പൊ സംസ്ഥാനം ഭരിക്കുന്ന പക്ഷെ മുഖ്യൻ ഒരു അരഗന്റ് അല്ലെങ്കിൽ നമുക്കൊരു അസഹിഷ്ണുത ഉള്ള ആളാണെന്നൊക്കെ പറയുകയാണെങ്കിലും മുഖ്യൻ ഒരിക്കലും അങ്ങനെ ഈ ഒരു പേരിൽ ചീത്തപ്പേര് കേട്ട ഒരാളല്ല. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി എന്ന നേതാവ്, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി എന്ന നാമധാരികൾ എല്ലാവരും പ്രശ്നക്കാരാണ്. അത് എല്ലാവർക്കും ചിരി വരും. അത് കോൺഗ്രസിലും നമ്മുടെ ശശി തരൂരുണ്ട്. അപ്പൊ ഇതില് നമുക്ക് വെറുതെ അങ്ങ് തരൂരിനെ കുറിച്ച് പറയാൻ ഇതുവരെ കഥകൾ കിട്ടിയിട്ടില്ല. ശശി അങ്ങനെയാണ്, ആയിക്കോട്ടെ, അത് അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യം, അദ്ദേഹത്തിന്റെ കഴിവ്. പക്ഷേ നമ്മൾ പറഞ്ഞു വന്ന വിഷയം CPM ശശിമാരെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ ഇതിൽ പറയുമ്പോൾ പോലീസ് സേനയിൽ ഈ കളകൾ എന്നിപ്പം പ്രജിത പറഞ്ഞത് എന്തുകൊണ്ട് ഒക്ടോബറിൽ പിടിക്കപ്പെട്ടതെന്ന് പറയുന്നു, അത് ഇപ്പോഴാണ് അത് വെളിയിൽ വന്നത്. അപ്പോൾ പോലീസിന് തന്നെ രഹസ്യമായി നീക്കമുണ്ടായിരുന്നു. പോലീസിൽ തന്നെ അറിയാമായിരുന്നു, പാലാരിവട്ടത്തെ പോലീസിന് അറിയാമായിരുന്നു, ഈസ്റ്റ് സ്റ്റേഷനിലെ ട്രാഫിക്കിലെ ASI ഇവർ 2 രമേശനും ബ്രിജേഷും ഇവർ 2 പേരും ഇതിനകത്തുണ്ടെന്ന് പോലീസിന് അറിയാമായിരുന്നു. ഒരു വേള അവർ ചിലപ്പോൾ ഇവർക്ക് വാണിംഗ് വരെ കൊടുത്തിട്ടുണ്ടാകാം. ഈ വാണിങ്ങിലും ഇവർ വീഴാതെ ഇവരൊരു പോലീസാണ്, അവർക്ക് അതുകൊണ്ട് എന്ത് അനീതിയും കാണിക്കാം എന്നുള്ളൊരു തോന്നലും ഹുങ്കും അഹങ്കാരവും ആയിരിക്കാം ഈ പ്രവൃത്തി നിർബാധികം പോയത്. 9 ലക്ഷം രൂപ വരെ സമ്പാദ്യം 9 ലക്ഷം രൂപ വരെ കയ്യിൽ സമ്പാദ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിൽ ഏറ്റവും വലിയ നമ്മൾ വളരെ ഈസിയായി നമ്മളിത് പറയുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ണികളിൽപ്പെട്ട നിരവധി കുട്ടികൾ, പെൺകുട്ടികൾ, ചെറുപ്പക്കാരായ പെൺകുട്ടികൾ, കോളേജ് വിദ്യാർത്ഥികൾ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് പിടിക്കപ്പെട്ട കൊച്ചിയിൽ നിരവധി ഇത്തരത്തിലെ വാണിഭ കേന്ദ്രങ്ങൾ, ഒരുപാട് വാണിഭ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നാണ്. കൊച്ചിയിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. നമ്മളറിയാത്ത ഒരുപാട് വാണിഭ കേന്ദ്രങ്ങളുണ്ട്. ഈ പ്രവർത്തികൾ പിടിക്കപ്പെടുമ്പോഴാണ് ഇനി ഈ ലിങ്കുമായി വെച്ച് പോകുമ്പോൾ അങ്ങനെ പല വാണിഭ കേന്ദ്രങ്ങളിലേക്കും ഇതിന്റെ ലിങ്ക്. CPM P ശശി അല്ലെങ്കിൽ PK ശശിയിൽ മാത്രം നിൽക്കുന്നതല്ലോ ചേട്ടാ. ഈ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട അനേകം സഖാക്കളുടെ പേരുകൾ ഇതിനകം തന്നെ വന്നതാണ്. പ്രജിത, ഇതിനകത്ത് നാരി എന്ന് പറയുന്നത്, സ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ അവിഭാജ്യമായിട്ടുള്ള ഈ വിഷയം എന്ന് പറയുന്നത് ലോകം ഉണ്ടായ കാലം മുതൽ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അത് CPM നേതാക്കൾ, കോൺഗ്രസിലെ നേതാക്കൾ എന്ന് രാഷ്ട്രീയക്കാരെ മാത്രം നമ്മൾ പറയണ്ട. നടന്മാരുടെ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ ഞെട്ടിത്തെറിച്ചില്ലേ. അപ്പോ എന്തിനു പറയുന്നു, നടൻ മോഹൻലാലിനെ കൊണ്ടിരുത്തി നമ്മൾ ഈ സംസാരിക്കുന്ന പോലെ ഒരു സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഒരു പ്രമുഖ മാധ്യമത്തിന്റെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ജോണി ലൂക്കോസ് ചോദിച്ചപ്പോൾ അദ്ദേഹം വേഴ്ച നടത്തിയ സ്ത്രീകളുടെ എണ്ണം അദ്ദേഹം പറഞ്ഞത് 3000-ൽ-അധികം വരും എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് മെറിറ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരും ഉള്ള ലോകമാണ്. അപ്പോ നമ്മുടെ ചർച്ച ഇപ്പൊ പറയുന്നത് പോലീസ് തന്നെ ഇത് ചെയ്തു അല്ലെങ്കിൽ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഭരിക്കുന്ന സർക്കാരിന്റെ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞ ആ വ്യക്തി തന്നെയാണ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്നത്. ഞാൻ അടുത്തിടയ്ക്കൊരു സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ പിന്നെ വളരെ തമാശ രൂപേണ പറഞ്ഞത് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇത് സോറി കേട്ടാ, എന്നാലും ഒരു സംശയം അതിൻ്റെ ഇടയിൽ വന്നതുകൊണ്ടാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി ആണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് പരക്കെ പറയപ്പെടുകയും അതാണെന്നുള്ളത് വാസ്തവം എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പിണറായി ഇതിൽ ഒരു കണ്ണ് വെക്കേണ്ടതല്ലേ?
അല്ല, ഇതിനകത്ത് ഒരു വിഷയം നമ്മളിപ്പോൾ അറിയുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന CM അദ്ദേഹത്തിന്റെ നോർത്ത് ബ്ലോക്കിലെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കിട്ടുന്നതിനേക്കാളും ആദരവ് ശശിക്കാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. എൻ്റെ പല സുഹൃത്തുക്കളും, കാര്യം ഞങ്ങളൊക്കെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ ഓഫീസും പല മന്ത്രിമാരുടെ ഓഫീസുമായിട്ടൊക്കെ ജോലിയുടെ ഭാഗമായി നമുക്ക് ബന്ധങ്ങൾ ആവശ്യമായിരുന്നു, പല വാർത്തകൾ കിട്ടാനും, അല്ലെങ്കിൽ പോട്ടെ നമുക്ക് വേറെ പല PR വർക്കുകളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ പരിചയമുള്ള പല സുഹൃത്തുക്കളും പറയുന്നത്, ഇപ്പോൾ P ശശിക്കാണ് സെക്യൂരിറ്റി മുതൽ അങ്ങേ അറ്റം വരെ മുകളിൽ ഓഫീസിൽ വരെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയേക്കാൾ ഇപ്പോൾ ഒരു സൂപ്പർ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ കേൾക്കുന്നത് ഇവിടെ തമ്മനത്ത് തന്നെയുള്ള ചില അടി പ്രശ്നങ്ങൾ, ഗുണ്ടകളുടെ പ്രശ്നങ്ങൾ, ഒത്തുതീർപ്പ് വരെ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി കൈകാര്യം, അങ്ങനെയുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തിന് അത് കോംപ്രമൈസ് ചെയ്യുക. കാര്യം അദ്ദേഹത്തിന്റെ ഇപ്പൊ അതിനകത്ത് ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ, പ്രജിത് ചോദിച്ചില്ലേ, എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള പേര് വരുന്നെന്ന്. നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്ന സംഘടനയിലെ അച്ചടക്കവും മറ്റു കാര്യങ്ങളുമൊക്കെ ഏറ്റുവരുന്ന ഒരു നേതാവിന്, ഒരു അണി, സാധാരണ അണി, പിന്നെ അവൻ നേതാവാകുന്നു. അവനെ സംബന്ധിച്ചിട്ട് അവനൊരു സമരത്തിൽ പോയിട്ടുണ്ടാവും, സമരത്തിൽ പോലീസിന്റെ തല്ല് കിട്ടുക, അങ്ങനെ പടിപടിയായി വളരുന്നവർക്ക് ഒരിക്കലും ഇങ്ങനത്തെ സാധാരണക്കാരന് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഈ പ്രവൃത്തികളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. ശശിയൊക്കെ വളരെ പെട്ടെന്ന് പൊങ്ങി വന്ന ഒരാളാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരിക്കൽ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ ചോദ്യങ്ങളുമായിരുന്ന പത്രക്കാരോട് പറഞ്ഞു, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ശശി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്, ഞങ്ങളുടെ ഒരു അവിഭാജ്യ ഘടകമാണ്, അദ്ദേഹത്തിന്റെ വില നിങ്ങൾക്ക് അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് നമ്മുടെ സാറിനെ പോലെയുള്ള നിരീക്ഷകർ പറയുന്നത്, കണ്ണൂര് അദ്ദേഹത്തിന്റെ ബിസിനസ്, അതായത് മുഖ്യമന്ത്രിക്ക് ബിസിനസ് ഉണ്ടെന്നാ പറയുന്നത്, പല ബിസിനസ്സുകളും നിയന്ത്രിക്കുന്നത് ശശി എന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ പല കേസുകൾ ശശി വക്കീൽ, ജൂനിയർ വക്കീലായിട്ട് അദ്ദേഹം ഇടയ്ക്ക് പാർട്ടി തരം താഴ്ത്തി വെറും ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറായിരുന്നു. അദ്ദേഹത്തിന് ഡബിൾ പ്രൊമോഷൻ, പാർട്ടിയിൽ ഒരാൾക്കും കിട്ടാത്ത പ്രൊമോഷനാണ്. അത് പ്രീതയ്ക്ക് അറിയാവുന്ന അറിയില്ല. ഒരാൾ ബ്രാഞ്ച് കമ്മിറ്റി കിടന്നാൽ പാർട്ടിയിൽ മറ്റുള്ളവർ തീരുമാനിക്കണം, ഇവൻ വർക്ക് ചെയ്യുന്നവനാണ്, ഇവനെ ലോക്കലിലേക്ക് കയറ്റി വിടാം, അല്ലെങ്കിൽ ഇവനെ LC-ന്ന് നേരെ അവനെ ഏരിയയിൽ വിടാം, എന്നിട്ട് അവനെ ജില്ലയിൽ വിടാം എന്നൊക്കെ തീരുമാനിക്കും. ഇത് ഡബിൾ പ്രൊമോഷൻ കൊടുത്ത് മുഖ്യമന്ത്രി കൊണ്ടുവന്നത് നേരിട്ടത്തെ അദ്ദേഹത്തിന്റെ കച്ചവടങ്ങൾ, അവിടുത്തെ അദ്ദേഹത്തിന്റെ നാട്ടിലെ കച്ചവടങ്ങൾ, കണ്ണൂരത്തെ കച്ചവടങ്ങൾ എങ്ങനെ ശശി നന്നായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നേരിട്ട് ഒരു മതിലിനപ്പുറം ഇരുന്നുകൊണ്ട്, ഒരു മുറിയിൽ നിന്നും അപ്പുറത്തെ മുറിയിൽ സംസാരിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോയെന്നാണ് തമാശ രൂപേണ സാറിനെ പോലത്തെ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നുകൂടെ പറയാം, പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി ഇങ്ങനെ കാണിക്കുന്നതിലോ അല്ലെങ്കിൽ CPM നേതാക്കൾ കാണിക്കുന്നതിലോ വേറെയും ചില രസകരമായ സംഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഈ കൊച്ചിയില് ഗോപി കോട്ടുമുറിക്കൽ എന്ന് പറഞ്ഞൊരു ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു. ഈ ജില്ലാ സെക്രട്ടറിക്ക് അത് അയാളുടെ തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. ഇപ്പം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉള്ള ഒരു സമിതി ഒക്കെ ആവുമ്പോൾ ചിലപ്പോൾ ഒരു വിഭാര്യനായ ഒരാളായിരിക്കും അങ്ങേർക്ക് ചിലപ്പം ഒരു സ്ത്രീയോട് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാകാം. അങ്ങനെ ഉണ്ടായ ഒരു ഇഷ്ടത്തിനെ, അവർ തമ്മിലുള്ള ആ അടുപ്പത്തിന് അവരുടെ പാർട്ടി പിന്നെ ദാസ് ക്യാപിറ്റലോ അങ്ങനെ എന്തോ ഉള്ള അവരുടെ പുസ്തകം, അതാണ് അവരുടെ ഒരു കമ്മ്യൂണിസ്റ്റുകാർ വായിക്കേണ്ട പുസ്തകമാണ് അവരുടെ. അപ്പോൾ അതിനകത്ത് ഒളിക്യാമറ വെച്ച് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇവർ തമ്മിൽ സംസാരിക്കുന്നത്, ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഇടപെടുന്നത് ഒക്കെ എടുത്ത് ചിത്രീകരിച്ച് പുറത്താക്കിയ ഒരു പാർട്ടിയാണ് CPM. അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ കൊല്ലത്ത് നമ്മൾ കേട്ടില്ലേ, കൊല്ലത്ത് സഖാക്കൾ, ഒരു സഖാവ് ഒരു സ്ത്രീ പ്രവർത്തക പറഞ്ഞില്ലേ, കൊല്ലത്ത് മാത്രമല്ല കൊല്ലം കരുനാഗപ്പള്ളി എല്ലായിടത്തുള്ള പല സ്ഥലങ്ങളിൽ നിന്നും സ്ത്രീകൾക്കെതിരെ ഇവരെയൊന്നും വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളില്ല. മാത്രമല്ല, പണ്ട് നമുക്കൊരു ധൈര്യമുണ്ട് എന്ന് പറയാം ഈ പാർട്ടി ഓഫീസിലോട്ടൊക്കെ കയറി ചെല്ലാൻ. ഇപ്പൊ അതില്ല. ഇപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ജനങ്ങൾ അത്രത്തോളം വിശ്വാസം അർപ്പിക്കുന്ന ഒരു പാർട്ടിയാണ്. രണ്ട് ടൈമിൽ ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനകത്ത് അതിന് പറ്റിയിരിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോറി മാഫിയ, മണൽ മാഫിയ, പിന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, അല്ലാത്ത ഗുണ്ടാ സംഘങ്ങൾ, ഇവരൊക്കെയാണ് പാർട്ടിയുടെ. ഇപ്പം ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പല ഏരിയ സെക്രട്ടറിമാരും ഒരു പകുതി ഗുണ്ടകളാണ്. പലരും വേറെ പല കച്ചവടം നടത്തുന്നവരാണ്. അപ്പം അതുകൊണ്ട് ഈ പാർട്ടിയിൽ വരാൻ പാടില്ലാത്തവർ വന്നതിൻ്റെ ഫലം, പിന്നെ രണ്ടാമതൊരു ടേം കൂടെ വന്നപ്പോൾ ഇവരെല്ലാം സുഖലോലുപരായി. അപ്പോൾ നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ വീണ്ടും വരുന്നു, പോലീസിനെ നിയന്ത്രിക്കേണ്ട. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ അജിത് കുമാർ എന്ന പോലീസ് ഓഫീസർ, അദ്ദേഹം എത്രത്തോളം മാന്യനാണ്. സരിതയുമായി ചേർത്തവര് അദ്ദേഹത്തിന്റെ കഥയുണ്ട്. സരിത വരെ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഏറ്റവും മോശമായി പെരുമാറിയ ഒരു ഓഫീസറാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ
ഏറ്റവും മോശമായി, എന്നിട്ടും ഈ ADGP-നെ സംരക്ഷിക്കുകയാണ് ഇപ്പോഴും ഏറ്റവും മ്ലേച്ഛമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. കാര്യം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുന്ന ഒരുപാട് പോലീസ് സുഹൃത്തുക്കൾ, അദ്ദേഹത്തിന്റെ അറിയുന്ന പോലീസുകാർ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അവർ പറയുന്നത് ഒരു മനുഷ്യന്റെ സ്വഭാവമില്ലാത്ത ഒരു റാഷായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് അജിത് കുമാർ എന്നാണ് പറയുന്നത്. ഇപ്പൊ പി വിജയൻ എന്ന മാന്യനായ പോലീസ് ഓഫീസർക്കെതിരെ വരെ അദ്ദേഹം ഇതുണ്ടാക്കി. അദ്ദേഹം എന്താ കോടതിയിൽ പോകാൻ പോകുന്നു. ആര്? പി വിജയൻ. അത് ആഭ്യന്തര വകുപ്പിൽ ദർവേഷ് സാഹിബ് ആഭ്യന്തര വകുപ്പിലേക്ക് പി വിജയന്റെ പരാതി പോയിട്ട്, ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞൊരു ചർച്ച അതായിരുന്നെന്ന് തോന്നുന്നു, പി വിജയന്റെ ഒരു പരാതി പോയിട്ട് അതിന്മേൽ തീർപ്പാക്കാൻ എന്തുകൊണ്ട് ശശിക്ക് പറ്റുന്നില്ല? ശശിയാണ് പോലീസുകാരെ നിയന്ത്രിക്കുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പിന്നെ ശശി നിയന്ത്രിക്കുമ്പോഴും ചേട്ടാ നമ്മൾ അതിൽ നിന്ന് മാറുമെന്ന് തോന്നുന്നു. ശശി നിയന്ത്രിക്കുമ്പോഴും എൻ്റെ ചോദ്യം ഇതായിരുന്നു, എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പോലെ ഒരു ഇടയ്ക്കെങ്കിലും നമ്മൾ ഒരാളെ മേൽനോട്ടം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിൽ തന്നെയാണ്. ചേട്ടൻ ഇപ്പോൾ ഒരു മേൽനോട്ടം ഏൽപ്പിച്ചു ഇതിനകത്ത് അതിന്റെ ഉത്തരവാദിത്തം അയാളുടെ കയ്യിൽ തന്നെയാണ്. അയാൾ ഇടക്കെങ്കിലും ഒന്ന് നോക്കണ്ടേ? ഞാനൊരു ഉദാഹരണം പറയാം. പിണറായിക്ക് ഇതൊന്നുമല്ല. പിണറായിയുടെ ബിസിനസ്സുകളും ബാക്കി കാര്യങ്ങളും നോക്കി നടത്തുന്നതിന്റെ ഇടയിൽ ഒരു സംസ്ഥാനം മുഴുവൻ അരാജകത്വത്തിലേക്ക് തള്ളിവിടുക എന്ന് പറഞ്ഞതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇതുപോലെ തന്നെയായിരുന്നു നയനാര്. അന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ പഠിക്കുന്ന അവസരമായിരിക്കും. അന്ന് ഞാൻ ജോലിയിൽ കയറിയ സമയമാണ്. അപ്പോൾ നയനാരുടെ മൂന്നാമത് നയനാർ കേരളത്തിന്റെ 3 പ്രാവശ്യം മുഖ്യമന്ത്രിയായ ആളാണ്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ അന്ന് ഈ ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾക്കൊരു പ്രവൃത്തി പരിചയം ഉണ്ടല്ലോ എന്ന് കരുതിയാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ വിചാരിക്കും, ഞാൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണം, ഞാൻ അതിൽ ഇടപെടേണ്ട കാര്യമില്ല, അത് അദ്ദേഹം നോക്കിക്കൊള്ളും എന്ന് കരുതി ആയിരിക്കും അദ്ദേഹത്തിന്റെ ഇപ്പം ബിസിനസ് ഇടപാടുകൾ നോക്കാൻ വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളത് ശരിയായിരിക്കാം. പക്ഷേ ഒരു ചേട്ടാ അപ്പൊ തന്നെ ചേട്ടൻ പറഞ്ഞതിലൊരു വിരുദ്ധതയില്ലേ? അതായത് ഇങ്ങനെ മുൻപരിചയമുള്ള ഒരാളെ കൊണ്ടുവരുന്നു. ആ കൊണ്ടുവരുന്ന ഒരാൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അയാൾക്കെതിരെ ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഉള്ളപ്പോൾ എന്തിന് അയാളെ തന്നെ വെക്കണം? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പാർട്ടിയുടെ വെറും ബ്രാഞ്ച് ഘടകത്തിൽ തരം താഴ്ത്തപ്പെട്ട അവിടുത്തെ ക്രിമിനൽ കേസുകൾ നോക്കുന്ന ശിവൻ എന്ന വക്കീലിന്റെ കീഴിൽ ഇപ്പൊ കെ വിശ്വൻ, ശിവനല്ല കെ വിശ്വൻ, ഈ വിശ്വന്റെ അസിസ്റ്റന്റ് ആയിട്ട് വക്കീൽ പണി പ്രാക്ടീസ് ചെയ്ത് വേറെ ചില ബിസിനസ്സുകൾ നടത്തിയിരുന്ന ശശിയെ കഴിഞ്ഞ 3 കൊല്ലം മുമ്പുള്ള എറണാകുളത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ആരാ പൊക്കിക്കൊണ്ടുവന്നേ? അന്ന് ശക്തനാണ് പാർട്ടിയിൽ. ആര്? പിണറായിയുടെ വാക്കിന് മറുവാക്കില്ലാത്തത് കൊണ്ട് ഇവിടെ ആര് എതിർത്തു? ഇന്ന് സഖാക്കള്, ഞാൻ പ്രകൃതിക്ക് വേണമെങ്കിൽ വാട്സപ്പില് കോഴിക്കോടത്തെ ഗ്രൂപ്പുണ്ട്, കോഴിക്കോട് സഖാക്കളുടെ ഗ്രൂപ്പുണ്ട്, അതിൽ വന്ന മെസ്സേജ് എനിക്ക് പലരും അയച്ചു തന്നിട്ടുണ്ട്. സഖാവെ കിട്ടിയ ഭരണം തീർത്ത് കയ്യിലാക്കി തരും ഈ പറയുന്ന ശശി, കമ്മ്യൂണിസം എന്തെന്നറിയാത്ത ഈ ശശി ഇത് തകർത്ത് തരും എന്ന് ശശിയെക്കുറിച്ച് പാർട്ടിയിൽ മേൽ സ്നേഹമുള്ള സഖാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച വാട്സപ്പ് മെസ്സേജുകൾ അതിനകത്ത് പറയുമ്പോഴേ ഇനിയൊരു ഭരണം ഇല്ല എന്നുള്ളത് CPM-ന് നന്നായിട്ട് അറിയാം. അല്ല, അത് സംഭവിക്കണം, അത് സംഭവിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഈ പറയുന്ന രീതിയിൽ പാർട്ടിയിൽ ഒരു സാധാരണ നിലയിൽ പ്രവർത്തിക്കാത്ത, ഒരു പോലീസിന്റെ തല്ല് മേടിക്കാത്ത, സാധാരണക്കാരന്റെ പൾസ് അറിയാത്ത ഈ ശശിയെ പോലുള്ളവരെ ഉന്നതങ്ങൾ കൊണ്ടിരുത്തി തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ മുഖ്യമന്ത്രി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇതാണ് അങ്ങ് സംഭവിക്കേണ്ട കാര്യം. നമ്മൾ എന്തോ പറയുമല്ലോ, ഇങ്ങനെ തന്നെ അത് സംഭവിക്കും എന്നൊരു പഴഞ്ചൊല്ല് പറയാം. ആ വാക്ക് കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഇത് പോകും. കാര്യം ഒരു SP റാങ്ക് മുതൽ സ്ഥലം മാറ്റത്തിന്, അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ്റെ സ്ഥലം മാറ്റത്തിന് വരെ അവസാനം ഈ ഫയൽ എത്തുന്നത് ശശിയുടെ അടുത്താണ്. അപ്പോൾ ഈ പറയുന്ന ശശി ഇതൊന്നും അറിയാത്തതായിരിക്കില്ല. ഒക്ടോബറിൽ കേസെടുത്തെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ ഇത് ചവിട്ടിപ്പിടിച്ച് ഇപ്പോൾ പുറത്തു വന്നു? ഇതിന്മേൽ പുറത്തു വരാതിരിക്കാൻ മേൽഘടകത്തിൽ നിന്ന് നല്ല രീതിയിലുള്ള ഇടപെടലുണ്ടായിരുന്നു. അവിടെയും ആരോ ഇടപെട്ട് ഇത് വിളി വന്നേ പറ്റുള്ളൂ എന്നൊരിത് വന്നതുകൊണ്ടാണ് ഈ 2 പോലീസുകാർ ഉൾപ്പെട്ട ഈ സെക്സ് റാക്കറ്റ് പുറത്തു വന്നത്. പിന്നെ ഇപ്പോൾ പ്രീത പറഞ്ഞ പോലെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെടുന്നില്ലെന്ന് ചോദിച്ചാൽ, മുഖ്യമന്ത്രി തൻ്റെ അവസാന തനിക്കിനി മുഖ്യമന്ത്രി ആകാൻ കഴിയില്ല. ഒന്നാമത് അദ്ദേഹത്തിന് ആരോഗ്യപരമായി ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് അദ്ദേഹം കയറൂരി വിട്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയെക്കാളും തനിക്ക് ശേഷം പ്രളയം എന്ന് ചില കാരണവന്മാരുണ്ടല്ലോ, തനിക്ക് ശേഷം പ്രളയം ആയിക്കോട്ടെ എന്ന് കരുതുന്ന അത്തരത്തിലൊരു കാരണവരായിട്ട് നമ്മൾ കേരള ജനതയുടെ ഒരു ശാപമാണ്. അങ്ങനെ സംഭവിക്കും. ഏതായാലും പാർട്ടി ഓഫീസിലും ഫലത്തിൽ CKP പത്മനാഭന്റെ മകളെ
കയറി പിടിച്ച ആളാണ് ഈ വളരെ മോശമായി പെരുമാറിയ, ക്ഷമിക്കണം, കയറി പിടിച്ചെന്നല്ല, അതൊരു നല്ല പെൺകുട്ടിയായിരിക്കും, അവരെയൊന്നും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല, എങ്കിലും അറിഞ്ഞ വാർത്ത വെച്ച് പറയുന്നത് വളരെ മോശമായി പെരുമാറിയ ആളാണ് ഈ പി ശശി. പിന്നെ പി കെ ശശി എന്ന് പറഞ്ഞ ഷൊർണൂർ ഒരു സുന്ദരനുണ്ട്, ഒരു മധ്യവയസ്കനാണെങ്കിലും സുന്ദരനാണ്, അദ്ദേഹം ഇപ്പോൾ KTDCയിൽ ചെയർമാനായിരിക്കുവാണ്, അദ്ദേഹത്തിനെയും കുറിച്ച് കഥയുണ്ട്. ഇങ്ങനെ ലോകമുണ്ടായ കാലം മുതൽ സ്ത്രീ പുരുഷ കഥകൾ ഇത്തരത്തിൽ നിറം പിടിപ്പിച്ചതുണ്ടെങ്കിലും ലോകത്തെ മുഴുവൻ വിമർശിക്കുന്നവരാണ് ഈ CPM-കാർ, പല രാഷ്ട്രീയക്കാരെയും വിമർശിക്കുന്നതാണ്. അപ്പോൾ വിമർശിക്കുന്നവർക്ക് തന്നെ ഇത്തരത്തിൽ ഓരോ കൊട്ട്, അവർ ഭരിക്കുമ്പോൾ അവരുടെ പോലീസ് സേന, ആ പോലീസ് സേനയ്ക്ക് ഒരു വലിയ തലപ്പത്തൊരാൾ, അദ്ദേഹം തന്നെയാണ് നേരിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെടുന്നത്, അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു കൊട്ടാണ് ഈ 2 പോലീസുകാർ ഇൻവോൾവ് ആയിട്ടുള്ള ഈ സംഘം. അത് മാത്രമല്ല ചേട്ടാ, ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലും പോലീസുകാരുടെ അടുത്തും ഒരു പരാതിയായിട്ട് CPM-ന്റെ ഓഫീസിൽ പോലും കയറി ചെല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്തായാലും ഈ ഭരണത്തിലൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ല, ഒരു വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്തവരെന്നാണ് CPM-കാരെ കുറിച്ച് പുറത്തുനിന്ന് കേൾക്കുന്ന ഭാഷ. CPM-കാര് നല്ല CPM-കാര് അല്ലാതെ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ട് ഇത് തന്നെ, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവന്മാരാണ് ഇവരൊക്കെ എന്ന്. അതായത് നല്ല CPM-കാര്, അടിയുറച്ച എന്താ പറയാ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാര് ഇപ്പോഴും ഇതിന്റെ ഒരു തിരിച്ചുവരവിനായിട്ട് കാത്തിരിപ്പുണ്ട്. ഇതെല്ലാം തിരിച്ചുവരവ് എന്നുള്ളത് അവരുടെ ഒരു പ്രതീക്ഷയാണ്. തിരിച്ചുവരവ് തിരിച്ചുവരവൊന്നും ഉണ്ടാവില്ല. ഇതിൽ എന്താണെന്നറിയോ, ഇതിന്റെ നമുക്ക് ചർച്ച അവസാനിപ്പിക്കുമ്പോൾ മനുഷ്യനോട് പെരുമാറുന്ന പെരുമാറ്റത്തിന് ഒരു അർത്ഥങ്ങളുണ്ട്. ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് പെരുമാറുന്നതിന് ആകെ ഒരർത്ഥം മാത്രം ആ കണ്ണുകൾ കാണുന്നത് കൊണ്ടാണ് ഈ പറയുന്ന പോലെ ഒരു സർക്കാർ ഭരിക്കുന്ന സർക്കാരിൻ്റെ രാഷ്ട്രീയത്തിലുള്ള പ്രമുഖര്, അത് സർക്കാരിൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിൽ ഇങ്ങനെ പോലീസുകാർ കൂടെ ഇടപെട്ട് സമൂഹത്തിൽ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികളിലേക്ക്, പ്രവൃത്തികളിലേക്ക് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഏതായാലും 2 പോലീസുകാരെ പിടിച്ചു ഈ ഒരു സംഘത്തെ. ഇനി ഇതിന്റെ കണ്ണികൾ ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ ഇനി എത്ര പോലീസുകാർ 24 മണിക്കൂറും അവർ ജോലി എന്ന് പറയുന്നു, ഒന്ന് മുള്ളാൻ നേരമില്ലെന്ന് പറയുന്നു. അതിനിടയ്ക്ക് കൂടെ ഈ വാണിഭ കഥകളിലൂടെ പറയുമ്പോൾ ലഭ്യമായ, അല്ലെങ്കിൽ നിങ്ങളെ ബോറടിപ്പിക്കാൻ അധികം സമയം എടുക്കാത്തത് കൊണ്ട് തൽക്കാലം ഈ ചർച്ച ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. ഇനി തുടർന്നും ഇതിന്റെ നിറം പിടിപ്പിച്ച കഥകൾ വരും. നിറം പിടിപ്പിച്ചതായതുകൊണ്ടെന്നല്ല, സമൂഹത്തിനെ അറിയിക്കാനുള്ളതായതുകൊണ്ട് നാം ഇതിന്റെ പിറകെയും ഉണ്ടാകും. നന്ദി, നമസ്കാരം.